ജനങ്ങൾ ചിലപ്പോൾ താഴെ ഇറക്കിയിരിക്കും, ഇപ്പൊ കേൾക്കുന്നതിനെക്കാട്ടി കൂടുതൽ കേൾക്കേണ്ടിയിരിക്കും. അതുകൊണ്ട് അത് ഓർമ്മ വെച്ചിട്ട് വേണം അവർ നല്ല രീതിയിൽ കൊണ്ടുപോയാൽ നമുക്ക് എല്ലാവർക്കും നല്ലതാണ്. ഒന്നും കൂടെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മാറ്റിയെടുക്കുകയാണെങ്കിൽ വലിയ കാര്യം. ആര് മുഖ്യമന്ത്രിയായി വന്നാലും പാവപ്പെട്ടവർക്ക് ഒരു ഇത് കിട്ടണം, കഷ്ടപ്പാടുകൾ കുറച്ചെങ്കിലും മാറണം. ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് കിട്ടണം. നമ്മളെ നേതാവ് കയറുമാണ് മുഖ്യമന്ത്രി. നമ്മളെ ഈ യുവജനങ്ങൾ മുഴുവൻ ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ട് സർക്കാരിന് വല്ലതും നല്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചകളൊക്കെ അതിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കട്ടെ. അതിനിടെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന സാഹചര്യത്തിൽ അടുത്ത 6 മാസത്തിനകം എന്തൊക്കെ പദ്ധതികളാണ് ജനങ്ങൾ ഈ സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? ജനങ്ങളുടെ അഭിപ്രായം പരിശോധിക്കുകയാണ് കേരള വിഷൻ ന്യൂസ്. എന്തായാലും പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. അപ്പോൾ ഈ 6 മാസം കൊണ്ട് എന്തൊക്കെ പദ്ധതികൾ നടപ്പിലാക്കണം? നിങ്ങൾക്ക് ഒരു 3-4 പദ്ധതികൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലോ. നല്ല ഭരണം കാഴ്ചവെക്കണം. പിന്നെ ഒരു പറഞ്ഞ പദ്ധതികളൊക്കെ നടപ്പിലാവണം. വിദ്യാർത്ഥികളുടെ മറ്റേ സൗജന്യ യാത്ര അതൊക്കെ നടപ്പിലാവണം. പിന്നെ പെൻഷന് ഇത്രയൊക്കെ പെൻഷൻ നിങ്ങൾ കൃത്യമായി കൊടുത്തു എന്ന് പറയുന്നു. പിന്നെ എന്താണ് ഇടതുപക്ഷത്തിന് ജനങ്ങൾ ഇങ്ങനെ തോൽപ്പിക്കാൻ കാരണം? അതൊന്നും ഇപ്പോൾ ജനങ്ങൾ എന്താ വെച്ചാൽ ഒന്ന് മാറ്റം വരണമെന്നുള്ള ഇതിൽ ചെയ്തു എന്നുള്ളൂ. അല്ലാതെ എന്താ വെച്ചാൽ ഇതിന് ഒരു കുഴപ്പങ്ങളൊന്നും നമ്മൾ നോക്കിയിട്ട് കാണില്ല. വികസനമുണ്ട്, എല്ലാ പദ്ധതികളും അയാൾ നടപ്പിലാക്കി, അതുകൊണ്ടൊരു മാറ്റങ്ങളുണ്ട്. പിന്നെ എങ്ങനെ ഇത് ഇപ്പോൾ ജനങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചതാണ്. 10 വർഷം ഭരിച്ചില്ലേ, അപ്പം ഇനി ഒന്ന് മാറ്റം വരട്ടെ എന്നുള്ളതുകൊണ്ട് മാറിപ്പോയതാണ്. എല്ലാം നല്ല ഭരണത്തിൻ്റെ കുഴപ്പമൊന്നും നമ്മളെ കാഴ്ചപ്പാട് ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ നമ്മുടെ മനസ്സിലൊരു പുതിയ സർക്കാർ വരുമ്പോൾ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കണം, ഒരു 6 മാസം കൊണ്ട് നടപ്പിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന പദ്ധതികൾ ഏതൊക്കെ? ആളുകൾക്ക് ഇത്ര നാളും ബുദ്ധിമുട്ട് പല രീതിയിൽ ടാക്സുകളൊക്കെ വളരെ കൂടുതലായിരുന്നു. ടാക്സുകളൊക്കെ കുറഞ്ഞ് കിട്ടുകയാണ് എല്ലാവർക്കും നല്ലത്. പലപ്പോഴും എന്താ പറയുക, നമ്മളുടെ ഒരു സ്ഥലം മേടിക്കാനാണെങ്കിലും ഇപ്പം സ്ഥലം വിൽപ്പന തന്നെ കാര്യമായിട്ട് നടക്കുന്നില്ല. അപ്പം പല ആളുകളുടെയും പ്രശ്നം എന്താ വെച്ചാൽ മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ടാക്സ് കൊടുത്തിട്ട് പിന്നെ ഒരു സ്ഥലം കയ്യിലേക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഒന്നും കൂടെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മാറ്റിയെടുക്കുകയാണെങ്കിൽ വലിയ കാര്യം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് സ്ത്രീകൾക്കൊക്കെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനൊരു KSRTCയിൽ സൗകര്യം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രായമായ ആളുകൾക്ക് പലപ്പോഴും എന്താ പറയുക, അവർക്കൊരു പുറത്തേക്ക് ഇറങ്ങി ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി ഒന്ന് തിരിച്ചു വരാൻ അവർക്കാണ് ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രയോജനം ശരിക്കും കിട്ടേണ്ടത്. അങ്ങനെയുള്ള ആളുകളിലേക്കും കൂടെ എത്തുകയാണെങ്കിൽ അത് വലിയ കാര്യമായിരിക്കും. പെൻഷൻ കിട്ടണം, തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടണം, അതൊക്കെ നമ്മൻ്റെ ആഗ്രഹമുള്ളത്. കുറഞ്ഞ പൈസ കൊണ്ട് ജീവിക്കാൻ പറ്റണ്ടേ, അതൊക്കെ തന്നെ നമ്മൻ്റെ ആഗ്രഹം. വിലക്കയറ്റമൊക്കെ വലിയ പ്രശ്നമാണോ? ഇപ്പം വിലക്കയറ്റം പ്രശ്നമാണ്. ഇനി വില കുറയാണ്, ഇവർ കയറിയതിൻ്റെ ശേഷം കുറയണമെന്നുള്ളതാണ് ചിന്ത. കുറഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ളതാണ്. ആര് മുഖ്യമന്ത്രിയായി വന്നാലും പാവപ്പെട്ടവൻക്കൊരു ഇത് കിട്ടണം, കഷ്ടപ്പാടുകൾ കുറച്ചെങ്കിലും മാറണം. ഇപ്പം പെൻഷൻ ആദ്യം 2000 വന്നാൽ ഇപ്പോൾ ഒരു പറയുന്നത് 3000 കിട്ടും എന്നുള്ളത്. കിട്ടിയാൽ സമാധാനം. രോഗത്തിലുള്ള മരുന്ന് വാങ്ങാനോ കുറച്ച് ചെലവിനും എടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ട പാവങ്ങൾക്കൊക്കെ വേണ്ടത് ചെയ്യുക. എനിക്കിപ്പം കാര്യമായിട്ട് വേണ്ടത്, എനിക്ക് പിന്നെ അടുത്ത ഉള്ള 2 ഏക്കർ 3 ഏക്കർ സ്ഥലമുള്ളവർ ഞാനറിയാണ്ട് കിണർ ഓല് 2 വീടിന് കല്ല് കെട്ടി. അതിനും വേണ്ടി ഞാൻ സിവിലിൽ ഇപ്പോൾ 6 മാസമായി ഇറങ്ങുന്നു. അതുവരെ ഓല എല്ലാവരെയും നടുക്ക് പോയിട്ട് പറയുക, അങ്ങനത്തെ ഒരു കൂട്ടരെ എനിക്ക് നിങ്ങളെ കാണേണ്ടത്. ഈ ഉദ്യോഗസ്ഥരൊക്കെ കുറച്ചും കൂടി ജനകീയരാവണം അല്ലേ? ഉദ്യോഗസ്ഥരും മോശമായിട്ടാ. ഒരു എനിക്ക് അന്നശ്ശേരിയിൽ നിന്ന് ഇവിടെ എത്തണമെങ്കിൽ 100 റുപ്യ വേണം എന്നതിപ്പം ജനുവരി തൊട്ട് ഞാൻ പോയിട്ട് യാതൊരു ഇതുമില്ല. ഒരു ഇന്ന് വരിക നാളെ വരിക എന്നും പറഞ്ഞ് പോകുന്നവരെ അന്നശ്ശേരിയാണോ? അതെ, സർക്കാർ ഓഫീസിൽ ജനങ്ങളെ നടത്തിക്കുന്ന രീതി മാറണം. മാറണം. വേണ്ടത് പറഞ്ഞേ ചെയ്യണം, പാവങ്ങളെ ഇതാക്കണം. ഇതല്ലേ, വേറെ പൈസക്കാരെ നോക്കുകയല്ല വേണ്ടത്. അതാണ് ഏതൊരു ഭരണത്തിൻ്റെ ഉത്തരവാദിത്വം. സതീശന് വേറെ മുഖ്യമന്ത്രി സതീശൻ. അതെ അതെ. അപ്പോൾ ഇനിയിപ്പോൾ സതീശൻ മുഖ്യമന്ത്രിയായിട്ടൊക്കെ വരുന്ന സമയത്തെ എന്ത് പദ്ധതികളാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതികൾ ഒരു 6 മാസം കൊണ്ട് നടപ്പിലാക്കണമെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലോ ആഗ്രഹം? ക്ഷേമ പെൻഷൻ കൊടുക്കും, 3500 കൊടുക്കുന്ന പറഞ്ഞു. 3500 പിന്നെ എന്തൊക്കെ ഞാൻ ഒക്കെ കൊടുക്കുന്ന പറഞ്ഞു. അയാൾ ചെയ്യും, മറ്റോ ചെയ്യുന്നില്ല. നമുക്ക് കണ്ടിച്ചല്ലുണ്ട്. അപ്പോൾ ക്ഷേമ പെൻഷനാണ് മെയിനായിട്ട് നടപ്പിലാക്കേണ്ടത്. വേറെ എന്തൊക്കെയാണ്? വേറെ പെൻഷൻ അയാൾ 3000 നോക്കാക്കിയിട്ട് പോയതല്ലേ ഇപ്പോഴത്തെ ഈ പിണറായി ഗവൺമെൻറ്. 5 മാസം കൊടുക്കാൻ കൊടുത്തില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല?
ഞാൻ ഇറങ്ങി പറഞ്ഞിട്ട് ഒഴിവാക്കിയല്ലേ. ഈ മാസം കിട്ടിയില്ല പെൻഷൻ? ഇല്ല, മാസം മെയ്ത്തെ കിട്ടില്ല, നിന്നോയല്ലോ. ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് കിട്ടണം. കിട്ടണം. നമ്മളെ നേതാവ് കയറും വേണം, മുഖ്യമന്ത്രി. മുരളി സാറ് മന്ത്രി ആവും വേണം. മുരളി സാറ് മന്ത്രി ആവും വേണം. അപ്പോൾ കോഴിക്കോടും തിരുവനന്തപുരത്തിനും കൂടി ഒരു മന്ത്രി. ഓക്കെ. ഒരു കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിക്കല്ലോ, അപ്പൊ അത് നടത്തുമെന്ന് ആദ്യം നോക്കട്ടെ. പറഞ്ഞ കാര്യം നടത്തണമല്ലോ. അപ്പൊ പെൻഷന്റെ ആണെങ്കിലും ബസ്സിന്റെ കാര്യമാണെങ്കിലും സ്ത്രീകൾക്ക് അപ്പൊ അതൊക്കെ നടത്തുമെന്ന്. ബസ്സിന്റെ അവർ നടത്താൻ തുടങ്ങി. ഇപ്പം ഇന്നു മുതൽ പിന്നെ ജെൻഡർ തിരിച്ചുള്ള ടിക്കറ്റൊക്കെ കൊടുക്കാൻ നിർദ്ദേശം കൊടുക്കും. ഒരു നടത്തി കാണിക്കട്ടെ, അപ്പൊ നമുക്ക് അറിയാലോ എങ്ങനെയാണ് ഭരണം എന്ന്. KSRTC ഇത് സ്ത്രീകൾക്ക് സൗജന്യമാണെന്ന് പറയുന്നത് നടപ്പിലാക്കുമെന്ന് വിചാരിക്കുന്നു. അവർ അധികാരത്തിൽ വരുന്നതിന് മുന്നേ തന്നെ അതിനുള്ള നടപടികൾ KSRTC ഇന്ന് തുടങ്ങി. എത്രയും പെട്ടെന്ന് വേണം. നാഷണൽ ഹൈവേൻ്റെ പരിപാടി ഉണ്ടല്ലോ, ബൈപ്പാസൊക്കെ വേഗത്തിലാക്കി പണി പൂർത്തിയാക്കിയിട്ട് തുറന്നു കിട്ടണം. എന്നാൽ പിന്നെ യാത്രകൾ കുറച്ചുകൂടി സുഖമാവുമല്ലോ. ബ്ലോക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടേ കുറച്ചും കൂടി സംവിധാനങ്ങൾ. പകുതി കുറച്ച് സ്ഥലത്ത് പണി നടത്തി, പകുതി മുറിച്ചാടെ ഇട്ട്, അത് ശരി, അത് കംപ്ലീറ്റ് ആക്കണം. അത്രയേ ഉള്ളൂ. കുറച്ച് ഭാഗമുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിച്ചാൽ നല്ലതായിരുന്നു. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണെങ്കിൽ പെൺകുട്ടികൾക്ക് കുറച്ചും കൂടി അവർക്ക് സ്കോളർഷിപ്പും ആൺകുട്ടികളെക്കാട്ടും സ്കോളർഷിപ്പൊക്കെ കൊടുത്തിട്ട് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഇപ്പം നമ്മുടെ സ്ത്രീകൾക്ക് നേരെ പലതരം അതിക്രമം. ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ ആ കുട്ടീനെ ക്രൂരമായിട്ടാണ് റേപ്പ് ചെയ്ത് കൊന്നത്. അതിനൊന്നും എതിരെ ഒരു നിയമ നടപടിയില്ല. അപ്പോൾ ഈ സർക്കാരെങ്കിലും, കഴിഞ്ഞ സർക്കാർ അങ്ങനെ പറഞ്ഞെങ്കിൽ ഈ സർക്കാരെങ്കിലും അങ്ങനെയുള്ള കേസിന് കുറച്ചും കൂടി അതിവേഗമായിട്ട് അങ്ങനത്തെ തീർപ്പുകളൊക്കെ നടപടി ഉണ്ടാക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളെ ഈ യുവജനങ്ങൾ മുഴുവൻ ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ട് സർക്കാരിന് വല്ലതും നല്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. പദ്ധതികൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ സ്ത്രീകൾക്കൊക്കെ നല്ല സുരക്ഷ, അതാണ് ഏറ്റവും കാര്യമായിട്ട് വേണ്ടത്, അനിവാര്യം. പിന്നെ എല്ലാ സ്ഥലത്തേക്കും പോകാനൊക്കെ ആളുകൾ പേടി കൂടാതെ യാത്ര ചെയ്യാനും ഒക്കെയുള്ള എല്ലാ കഴിവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ സ്ത്രീകൾക്ക് ഒരുപാട് പ്രാതിനിധ്യം കൊടുക്കുക എല്ലാ കാര്യത്തിലും. ഒരു 12 വയസ്സുകാരന് പുതിയ സർക്കാർ എന്തൊക്കെ നടപ്പിലാക്കണം? അത് സ്കൂളിലൊക്കെ ഇടയ്ക്കുണ്ട് ബസ്സുകൾ ഇങ്ങനെ ഇത് കേടാവുന്നത്, അതായത് ബ്രേക്ക് ഡൗൺ, അതൊക്കെ മാറ്റി കൊടുക്കണമെന്നാണ് ഇത് പുതിയത്. സ്കൂൾ ബസ്സൊക്കെ ഉഷാറായിരിക്കണം. അതെ. എല്ലാവരും പറഞ്ഞ വാക്കുകൾ പാലിക്കുക, അതാണ് മെയിൻ വേണ്ടത്. അത് തന്നെ എനിക്ക് പറയാനുള്ള, വാക്കുകൾ പാലിക്കുക. ആദ്യത്തെ ആൾ ഭരിച്ചതുപോലെ ആകരുത്, നല്ല രീതിയിൽ ഭരിച്ചു പോകുക. മനുഷ്യന് മനുഷ്യന്മാർക്ക് നല്ല ഉപകാരങ്ങളുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ വാഗ്ദാനങ്ങൾ പറഞ്ഞ് വെറുതെ മനുഷ്യനെ പറ്റിക്കാതിരിക്കുക. പിന്നെ പേര് കളയാതിരിക്കുക, അതാണ് മെയിൻ ചെയ്യേണ്ടത്. ഇനിയെങ്കിലും അവർ നല്ലതുപോലെ ഭരിച്ച് മനുഷ്യർക്ക് നല്ല രീതിയിൽ നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക, നല്ല ഗുണങ്ങളുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. പാവങ്ങളെ നല്ലതുപോലെ മറക്കാതിരിക്കുക. അവർ പല വാഗ്ദാനങ്ങളും ചെയ്യും, ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറയും. ലാസ്റ്റ് അവിടെ കയറിയതിന് ശേഷം പഴയതുപോലെ ആകാതെ ഇരിക്കുക. അതേ ഞങ്ങൾക്ക് പറയാം. അങ്ങനെ ആയാൽ ഇത്രയേ ഉള്ളൂ, എനിക്കൊന്നും പറയാനില്ല. ബാക്കിയൊക്കെ എല്ലാം നമുക്ക് നടന്ന് കാണണ്ട. എല്ലാം അങ്ങനെ ആയാൽ ജനങ്ങൾ താഴെ ജനങ്ങൾ ചിലപ്പം താഴെ ഇറക്കിയിരിക്കും. ഇപ്പം കേൾക്കുന്നതിനെക്കാട്ടി കൂടുതൽ കേൾക്കേണ്ടിയിരിക്കും. അതുകൊണ്ട് അത് ഓർമ്മ വെച്ചിട്ട് വേണം അവർ നല്ല രീതിയിൽ കൊണ്ടുപോയാൽ നമുക്ക് എല്ലാവർക്കും നല്ലത്. ഇതൊക്കെയാണ് പുതിയ സർക്കാരിന് ജനങ്ങളോട് പറയാനുള്ളത്. അതായത് നിങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിക്കുക, ഒപ്പം സ്ത്രീ സുരക്ഷ, ഒപ്പം തന്നെ ലഹരി മാഫിയക്കെതിരായ പോരാട്ടം തുടങ്ങിയവ കാര്യക്ഷമമായി തന്നെ നടപ്പിലാക്കുക. ഇത്തരം വാഗ്ദാനങ്ങൾ നിങ്ങൾ നടപ്പിലാക്കിയാൽ ജനങ്ങളൊപ്പമുണ്ടാകും. അതല്ല നേരെ തിരിച്ചാണെങ്കിൽ കയറ്റി അതേ വേഗത്തിൽ താഴെ ഇറക്കാനും ഞങ്ങൾക്കറിയാമെന്ന് ജനങ്ങൾ വ്യക്തമാക്കുകയാണ്. ക്യാമറ പേഴ്സൺ റിഷാദ് ടിക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.